ഇപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ ഈ പുസ്തകമുണ്ടല്ലോ, ഈ പുസ്തകത്തിൻ്റെ നൂറുകണക്കിൽ ഭാഷകളിലാണ് ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളത്. വലിയ സംഗീത ശില്പമായിട്ട് തിയേറ്ററിൽ ഒക്കെ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള, ലോകവ്യാപകമായിട്ട് തന്നെ ആഘോഷിക്കപ്പെട്ടുള്ള ഒരു കൃതിയാണിത്. എന്നാൽ ഞാനിതിൻ്റെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു 25 വർഷം കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ വെച്ച് ഇതിൻ്റെ സംഗീത ശില്പത്തിൻ്റെ വലിയ ആഘോഷം ഉണ്ടായി. കൊറിയയിൽ വെച്ച് വിവർത്തനത്തിൻ്റെ തിയേറ്റർ ആഘോഷം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ ഇങ്ങനെ മലയാളത്തിൽ മാത്രമായിരിക്കും പിന്നെ ഈ പാവങ്ങളുടെ ഇങ്ങനെ ഒരു 100 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ വിപുലമായിട്ട് പല സ്ഥലങ്ങളിലായി, കേന്ദ്രങ്ങളിലായി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രമേയമായിട്ടൊക്കെ സ്വീകരിക്കപ്പെടുക, ആഘോഷിക്കപ്പെടുക എന്നത് മലയാളത്തിൽ മാത്രമായിട്ടും നടന്നിട്ടില്ല. അത് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ അഭിമാനം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സംസ്കാരത്തിൻ്റെ പേരാണ്. ഇൻക്ലൂസീവ്നെസ്സാണ്. എല്ലാറ്റിനെയും നമ്മളുടേത് ആക്കി മാറ്റുന്ന. എൻ.എസ്. മാധവനോട് ചോദിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള എഴുത്തുകാരൻ മാർക്കേസാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു വിദേശിയായിട്ടുള്ളൊരു എഴുത്തുകാരനെ നമ്മളുടേതിനേക്കാൾ വലുതായിട്ട് മാറ്റുന്ന ഒരു സംസ്കാരമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് പാവങ്ങളുടെ ഈ നമ്മുടെ ആഘോഷം നടത്തുന്നത് എന്നുള്ളത് വളരെ നമുക്ക് സ്വയം തൃപ്തരാകേണ്ട ഒരു കാര്യമാണ്. ഞാനിത് ഊന്നിപ്പറയുന്ന ഈ സ്വഭാവം നമുക്ക് കുറേശ്ശെ നഷ്ടപ്പെടുന്നുണ്ടോ ഈ ലോകാവസ്ഥയിൽ എന്നുള്ളതിൻ്റെ ഒരു ജാഗ്രതയ്ക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത്. പാവങ്ങളുടെ പിന്നെ നാരായണമേനോൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് 1925 ഏപ്രിൽ മാസത്തിലാണ്. വിക്ടർ ഹ്യൂഗോൻ്റെ പുസ്തകവും ഒറിജിനൽ വന്നത് ഏപ്രിൽ മാസം തന്നെയാണ്. ഒരു 160 ചില കൊല്ലമായിട്ടുണ്ടാവും. ഇത് വന്ന സമയത്ത് വലിയൊരു സംശയം ഉണ്ടായിരുന്നത് മലയാളത്തിൻ്റെ ഗദ്യത്തിൻ്റെ എഴുത്തച്ഛൻ CV രാമപിള്ളയുടെ സ്ഥാനം നഷ്ടപ്പെട്ടോ എന്നാണ്. ഗദ്യത്തിൻ്റെ എഴുത്തച്ഛനായിട്ട് CV-നെയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ആ ഗദ്യത്തിൻ്റെ എഴുത്തച്ഛനായിട്ട് നമുക്ക് പിന്നെ നാലാപ്പാടനെ സ്വീകരിക്കേണ്ടി വരുമോ എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഗദ്യത്തിന് CV-യുടെ സ്ഥാനം നഷ്ടപ്പെടുന്നില്ല, ഒരു അച്ഛനും കൂടി ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഷയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു സൗകര്യമുള്ളൂ, മക്കൾക്ക് അച്ഛനെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം. സാധാരണ മക്കളുണ്ടാവുമല്ലോ, ഇത് മക്കൾക്ക് അച്ഛനെ തിരഞ്ഞെടുക്കാം. മലയാള ഭാഷയാണ് എഴുത്തച്ഛനെ അങ്ങോട്ടാണ്, ആദ്യമേ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള മലയാള ഭാഷയാണ് എഴുത്തച്ഛനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ചിലർ പറയും എഴുത്തച്ഛൻ പിന്നെ ഗദ്യത്തിൽ എഴുത്തച്ഛനായിട്ട് CV ഉണ്ട്, രണ്ടാമത്തെ അച്ഛനായിട്ടാണ് പിന്നെ നാരായണമേനോൻ ഉള്ളത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എഴുത്തച്ഛനായിട്ട് അച്ഛൻ്റെ പിതാവിൻ്റെ ഗൗരവം പ്രൗഢിയൊക്കെ കൂടി CV-യോടെ നിൽക്കുന്നുണ്ടെങ്കിലും എഴുത്തമ്മയായിട്ടാണ് ഉള്ളത് എന്ന്. കാരണം പിന്നെ ഒരമ്മയുടേതായിട്ടുള്ള മാർദ്ദവും ലാളിത്യവും സുതാര്യതയും ഒക്കെ നമ്മുടെ ഭാഷയ്ക്ക് കൊണ്ടുവന്നു എന്നാണ് നാലപ്പാടിൻ്റെ ഈ വിവർത്തനത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം. നേരത്തെ പറഞ്ഞ മാതിരി നൂറുകണക്കിന് ഭാഷകളിലേക്ക് വന്നു, സംഗീതശില്പമായി, തിയേറ്ററുകളിൽ വന്നു, കുറേ വിപ്ലവകാരികളുടെ വലിയ എഴുത്തുകാർക്ക്, സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കൊക്കെ പ്രചോദനമായി മാറി എന്നുള്ളതാണ്. സാർവലൗകികമായിട്ടുള്ള പ്രമേയമായിട്ടുള്ള സ്നേഹം, നീതി, മനുഷ്യൻ്റെ അന്തസ്സ്, വീണ്ടെടുപ്പ് മുതലായവയുടെ സാന്നിധ്യം കൊണ്ട് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കടക്കം പ്രചോദനമായി. EMS പറഞ്ഞിട്ടുണ്ട്, കണ്ണുനീർത്തുള്ളി നമ്മുടെ ഹൃദയത്തെ അലിയിക്കുകയാണ് ചെയ്തെങ്കിൽ പിന്നെ പാവങ്ങൾ നമ്മളെ കർമ്മോത്സുകരാക്കി, വിപ്ലവോന്മുഖരാക്കി മാറ്റി എന്നുള്ള പിന്നെ EMS എന്നെ വിലയിരുത്തിയതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ടോൾസ്റ്റോയ് പുകഴ്ത്തിയിട്ടുണ്ട്, ഇതിൻ്റെ മനഃശാസ്ത്രത്തെ പറ്റിയിട്ട് ഡോസ്റ്റോസ്കി പുലർത്തിയിട്ടുണ്ട്. മാർക്സ് എന്നെ പരാമർശിച്ചിട്ടുണ്ട്. മാർക്സ് അതിൻ്റെ ചില വൈരുദ്ധ്യങ്ങൾ വേണ്ട വിധം സ്വാംശീകരിക്കാത്തതിൻ്റെ ചില പരിമിതികളടക്കം മാർക്സും, അതായത് വലിയ വലിയ എഴുത്തുകാർക്കും അല്ലെങ്കിൽ പിന്നെ വിപ്ലവകാരികൾക്കും സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കും അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത നിലയ്ക്കുള്ള വലിയ പിന്നെ ഒരു ഉയരമാണ് ഈ കൃതി നേടിയെടുത്തിട്ടുള്ളത്. ഈ കൃതി എഴുതുന്ന സമയത്ത് വിക്ടർ ഹ്യൂഗോന് ഇത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു.
ഒരു ഇറ്റാലിയൻ പബ്ലിഷറോട് പറഞ്ഞു, ഞാനിത് ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എഴുതിയതാണ്, എല്ലാവരും വായിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഞാനിത് എഴുതിയിട്ടുള്ളത് ഇത് പാരീസിലത്തെ 19-ാം നൂറ്റാണ്ടിലെ ആദ്യ പതിറ്റാണ്ടുകളുടെ കഥയും അതിൻ്റെ പിറകിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ നീക്കങ്ങളും മാത്രമല്ല, എല്ലാ രാജ്യത്തും യാതന അനുഭവിക്കുന്നവരുടെ മനുഷ്യത്വത്തിൻ്റെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ ഇങ്ങനെ സ്വയം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നവരുടെ ഇവരുടെ എല്ലാം തന്നെ ലോകവ്യാപകമായി മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വ്രണം എവിടെയെല്ലാം ഉണ്ടോ ലോകത്ത് അവിടെയെല്ലാം ഞാൻ ഈ നോവൽ ആ വാതിലെ മുട്ടി വിളിക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പാവങ്ങളും മലയാളത്തിൻ്റെ വാതിലിനെ മുട്ടി വിളിക്കുകയാണ് ചെയ്തത്. അതുവരെ മലയാള സാഹിത്യത്തിലുണ്ടായിരുന്ന നോവല് CVയുടെയും ചന്തുമേൻ്റെയും എല്ലാം ഒരു കുലീനമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തെ അഡ്രസ്സ് ചെയ്യും. CVയുടെയിലൊക്കെ ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളും ഉണ്ടെങ്കിലും ഒരു രാജവംശത്തിൻ്റെയൊക്കെ ചുറ്റിയാണെങ്കിൽ ഇത് ഏറ്റവും കീഴാളരായിട്ടുള്ളവരും യാതനകൾ അനുഭവിക്കുന്നവരുമാരുടെ ലോകത്തേക്കുള്ളൊരു വാതായനമാണ് പാവങ്ങളിൽ കൂടെ തുറക്കപ്പെട്ടത്. ശരിക്ക് തകഴിക്ക് കേശവദേവിന് ബഷീറിന് ഒരു മനുഷ്യൻ എന്നുള്ള കഥയൊക്കെ പാവങ്ങളുടെ എന്നുള്ളൊരു പ്രചോദനമാണ് നമുക്ക് പറയാതിരിക്കുക. ഒരു കള്ളനിലും നന്മ കണ്ടെത്തുക, കള്ളനും നേരെയാകാൻ കഴിയുമെന്നുള്ളതുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഇവർക്കെല്ലാം എഴുതാനുള്ളൊരു അടിമണ്ണൊരുക്കുക കൂടി ചെയ്തിട്ടുള്ള കൃതിയാണ് ഇത്. കൃതി വന്നത് EMS പ്രകീർത്തിച്ചു, വള്ളത്തോളിന് വലിയ ഇഷ്ടമായി. എന്നാൽ നാലാപ്പെട്ട് നാരായണൻ്റെ അടുത്ത് പൈസ ഇല്ല, ഇത് ഇറക്കാൻ മലയാളത്തിൽ ഏറ്റവും തടിച്ച പുസ്തകമാണ്. മംഗളോദയക്കാർ പറഞ്ഞു നിങ്ങൾ പൈസ എടുക്കണം. ഇപ്പോഴും ഉണ്ടല്ലോ, നമ്മളങ്ങനെയാണല്ലോ. പുതിയ എഴുത്തുകാരൊക്കെ പബ്ലിഷേഴ്സ് പൈസ വാങ്ങും. അപ്പോൾ പൈസ ഇല്ല. നാലാപ്പാടം വലിയ മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകളിലുണ്ട്. കുട്ടികൃഷ്ണന്മാരൊരിക്കലും പൈസ കടം ചോദിച്ചു. അവിടെ എപ്പോഴും വരുന്ന മൂപ്പർക്ക് കൊടുക്കാനില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസത്തിന് വന്നില്ല, പിണക്കായി. അപ്പം നാലാപ്പാടിൻ്റെ അടുത്ത് പൈസ ഇല്ല. അപ്പം അങ്ങനെയാണ് വള്ളത്തോള് തൻ്റെ കൃതികൾ മുഴുവൻ മംഗളോദയക്കാർക്ക് പണയം കൊടുത്തിട്ടാണ് ഇത് ഇറക്കുന്നതെന്ന് ഈ കൃതി വരുന്നത്. അപ്പം അങ്ങനെ ത്യാഗം സഹിച്ചിട്ടാണ് ഈ കൃതി പുറത്തേക്ക് വന്നത്. അത് വലിയ നിലയ്ക്ക് നമ്മുടെ സാംസ്കാരിക സാഹിത്യ മണ്ഡലത്തെ വളരെയധികം മാറ്റിമറിച്ചു. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോരുത്തർ പറയാണോ അതോ രണ്ടാമത് മൂന്നാമത് വരുമോ? രണ്ടാമത് വരുമല്ലേ? ഡെന്നിസിന് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഡെന്നിസ് വരാൻ വേണ്ടിക്കൊണ്ട് തുടങ്ങി വെച്ചാണ്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മളിലേക്കൊന്ന് വന്നാൽ ബാക്കി പറയാം, മറ്റേ പറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടായി പോകും. ശരി. രണ്ട് പ്രഗത്ഭ വ്യക്തികൾ ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കും. ശ്രീ സുധാകരൻ ഇങ്ങനെ ഏതാനും വാക്കുകൾ കൊണ്ട് ഇതൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ വളരെ പ്രശസ്തനായ M. മുകുന്ദൻ ഒരു സാഹിത്യ സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാലത്ത് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലുമൊക്കെ വലിയ ഇരുട്ടായിരുന്നു, എന്നാൽ ആളുകളുടെ മനസ്സിലൊക്കെ കുറേശ്ശെ വെളിച്ചം വന്നു തുടങ്ങിയ കാലമായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ മനുഷ്യ മനസ്സുകളിൽ വല്ലാതെ ഇരുട്ട് പടർന്നിരുന്ന ഒരു കാലത്ത് അതിലേക്ക് വെളിച്ചം പോലെ കടന്നു വന്നിട്ടുള്ളൊരു കൃതിയാണ് വാസ്തവത്തിൽ. ഒട്ടനവധി കൃതികളുണ്ട്, അക്കൂട്ടത്തിൽ വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കൃതിയാണ് പാവങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നവും ശ്രീ മുകുന്ദൻ പറയുണ്ടായി, ഇപ്പോൾ എങ്ങും വെളിച്ചം കൊണ്ടുള്ളൊരു കളിയാണ്, പക്ഷെ ആളുകളുടെ മനസ്സ് ഇടുങ്ങി വരുന്നതായിട്ടും ഇരുട്ട് നിറയുന്നതായിട്ടുമാണ് അനുഭവപ്പെടുന്നത്. അത് വാസ്തവത്തിൽ അതിനൊക്കെ എതിരെയുള്ള ഒരു പുസ്തകം തന്നെയാണ് പാവങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ സൂചിപ്പിച്ചു EMS ആ പുസ്തകത്തെ എങ്ങനെ വിലയിരുത്തി എന്ന്. EMS അതിനപ്പുറം കൂടെ പോയിട്ട് ഒന്നും കൂടെ പറയുന്നുണ്ട്, അതായത് നാലാപ്പാട്ടിനെ കുറിച്ച്. നാലാപ്പാട്ട് ഈ ഒരു വിപ്ലവത്തിൻ്റെ സമഗ്രതല സ്പർശിയായിട്ടുള്ള ഈ പാവങ്ങളെ മലയാളിക്ക് നൽകി എന്നത് മാത്രമല്ല, ഞങ്ങളെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഞങ്ങളെയൊക്കെ കൈപിടിച്ചുയർത്തിയ ഒരു മഹാരഥൻ
കൂടിയായിരുന്നു. അപ്പോൾ ഒരു പ്രക്ഷോഭകാരിയായിട്ടുള്ള ഒരാളാണ്. 1925 വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വർഷവും കൂടിയാണ്. കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം വളരെ ശക്തമായ ഒരു കാൽവെപ്പ് തുടങ്ങിയ സമയമാണ്. അതേസമയത്ത് മലബാർ ഭാഗത്തൊക്കെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ അലയടികൾ, അതിൻ്റെ സ്വാധീനം യുവാക്കളിൽ വളർന്നു വന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഒരു സ്വാധീനം തന്നെയായിരിക്കാം സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. കണ്ണുനീർത്തുള്ളി എഴുതി അദ്ദേഹത്തിൻ്റെ ഒരു പ്രണയ വിവാഹമായിരുന്നു. ഭാര്യ മരിച്ചതിലുള്ള വ്യഥയുടെ ഭാഗമായിട്ട് ആണ് ഈ പാവങ്ങൾ അദ്ദേഹം വിവർത്തനം ചെയ്തതും സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വാക്കിനിൽ പറയുന്നുണ്ട്. പക്ഷെ അതുമാത്രമല്ല, അത് കാലത്തിൻ്റെ ഒരു ആഹ്വാനം കൂടിയായിരുന്നു അദ്ദേഹം ഏറ്റെടുത്തത്. അദ്ദേഹം ചെയ്തത് പ്രധാനമായിട്ട് മറ്റ് വിവർത്തനങ്ങൾക്ക് നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്രഞ്ച് പേരുകൾ തന്നെയാണ് കഥാപാത്രങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പം ഇതേപോലെയുള്ള കഥയുമായിട്ട് ഈ പാവങ്ങളുടെ കഥ എത്രത്തോളം നമ്മൾ എഴുത്തുകാർ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വെള്ളത്തിൽ ഉപ്പ് കലർന്ന പോലെയാണ്. ശരിക്കും പേരിട്ട് കാണിക്കാനേ പറ്റില്ല. ആ തലത്തിൽ വാസ്തവത്തിൽ മലയാള സാഹിത്യത്തെ അതിശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ള, അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കൊല ചെയ്തപ്പോൾ സിഖുകാർക്കെതിരെ നടന്ന അതിക്രമങ്ങളും കൊലപാതകങ്ങളും വൻ അക്രമങ്ങളാണ് നടന്നത്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു കൃതി, ഒരു ആവിഷ്കാരം എന്നുള്ള നിലയിൽ ശ്രീ NS മാധവൻ എഴുതിയിട്ടുള്ള ഒരു ചെറുകഥയാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ള. ഈ വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ള ആ ചെറുകഥയിൽ നമുക്ക് ഒരു പാവങ്ങളുടെ ഒരു അംശം കാണാൻ പറ്റുന്നുണ്ട്. ഒരിക്കൽ രാങ്പാൽ രാങ് മറ്റൊരു പേരിൽ അദ്ദേഹം ഒരു കന്യാസ്ത്രീ മഠത്തിലെത്തുന്നുണ്ട്. അവിടെ ഒരു തോട്ടക്കാരനായിട്ട് ജോലി ചെയ്യാണ്. അദ്ദേഹം ഒരിക്കൽ വളരെ ശാരീരികമായിട്ടുള്ള തൻ്റെ കഴിവുകൊണ്ട് ഒരു മനുഷ്യനെ ഒരു വണ്ടിക്കടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ മനുഷ്യനാണ് കന്യാസ്ത്രീ മഠത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് പ്രവേശനം ലഭിക്കുകയും അവിടെ തോട്ടക്കാരനാവുകയും തോട്ടക്കാരനെന്ന വ്യാജന നിൽക്കുക. നിങ്ങൾക്കറിയാലോ, ഈ രാങ്പാൽ രാങ് എന്ന് പറഞ്ഞ ശരിക്കും ഒരു സഹോദരി, വിധവയായ സഹോദരിയുടെ 7 മക്കൾ, അവർ വിശപ്പ് കൊണ്ട് കരയുമ്പോൾ ഒരു കർക്കിടക മാസം എന്ന് നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു മാസത്തിൽ വിറക് വെട്ടുകാരനായ രാങ്പാൽ രാങ്ങിന് മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ ഒരു ബ്രെഡ് മോഷ്ടിക്കുന്നു. ഇതിനു വേണ്ടി ഈ ബ്രെഡ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ 5 വർഷം തടവിലാക്കപ്പെടുന്നു. ആ തടവ് മോചനത്തിന് വേണ്ടി ശ്രമിച്ചതിന് വേണ്ടി നിരന്തരം വീണ്ടും ജയിൽ ശിക്ഷ വർദ്ധിപ്പിക്കുകയും ഏതാണ്ട് 19 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വിട്ടയക്കപ്പെടുന്നത്. വിട്ടയക്കപ്പെടുന്നത് മുതൽ രാവർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവസാനം വരെ വാസ്തവത്തിൽ രാവർ പിന്തുടരുകയാണ് ഈ കുറ്റവാളിയെ. ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കവിതയിൽ സൂചിപ്പിക്കുന്ന ഒരു മഞ്ഞ പാസ്പോർട്ടിനെ കുറിച്ച്, ആ കവിത വാസ്തവത്തിൽ സമഗ്രതല സ്പർശിയാണ്. ഗോപികൃഷ്ണൻ എഴുതിയിട്ടുള്ള ഒരു കവിത. ആ കവിതയാണ് വാസ്തവത്തിൽ 100 വർഷത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യം. മലയാളി വായിക്കാത്ത പാവങ്ങളെക്കുറിച്ച് ചെറിയ വായനയുടെ അനുഭവം ഇല്ലാത്തവർക്ക് ഒരുപക്ഷെ ആ കവിത മനസ്സിലാക്കി കാണില്ല. അപ്പോൾ മഞ്ഞ പാസ്പോർട്ട്, ജയിൽ ശിക്ഷ അനുഭവിച്ചവരെ വിടുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു പാസ്പോർട്ടാണത്, മഞ്ഞ പാസ്പോർട്ട്. എവിടെ പോയാലും ഈ മനുഷ്യൻ ഒരു കുറ്റവാളിയായിരുന്നു എന്നുള്ളത്. ആ കുറ്റവാളിയായിരുന്നുകൊണ്ട് രാങ്പാൽ രാങ് കടന്നു പോകുന്ന വഴി രാത്രി കിടക്കാനൊരു സ്ഥലം പോലും എവിടെയും ലഭിക്കുന്നില്ല. വിമോചിതനായതിനു ശേഷവും അങ്ങനെയാണ് ഡി ലെമെത്രാൻ. ഈ നോവൽ തുടങ്ങുന്നത് ഒരു ചരിത്ര സംഭവത്തിലൂടെയാണ്. നെപ്പോളിയൻ കടന്നു പോവുകയാണ് ഒരു ബിഷപ്പിൻ്റെ അരമനയിലേക്ക്. ആ അവസരത്തിൽ യുവാവായിട്ടുള്ള ഡി ലെമെത്രാൻ ബിയാങ്വെന്യൂ മിറിയൽ എന്ന് പറയുന്ന ബിഷപ്പ്, അന്ന് അദ്ദേഹം ഡി ലെ ബിഷപ്പ് ആയിട്ടില്ല, അദ്ദേഹത്തെ നോക്കി നെപ്പോളിയൻ ഒരു പരാമർശം നടത്തുന്നുണ്ട്. സുധാകരൻ പറയുന്ന അടുത്ത സജയ് മാഷ് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് കന്യാസ്ത്രീ NS മാധവൻ്റെ ഒരു കഥ വരെ ഇതിനെ സ്വാധീനിച്ചതിൻ്റെ ഒരു അംശത്തിൽ നിന്നാണ് ഞാൻ ഈ ബാക്കി ഭാഗങ്ങളിലേക്ക് കടന്നത്. ഈ കഥയിൽ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയിൽ ഒരു സിഖ് കുടുംബത്തെ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ശവപ്പെട്ടിയിലാണ് ആ സിഖ് കുടുംബത്തെ അന്ന് രക്ഷപ്പെടുന്നത്. ഈ രാങ്പാൽ രാങ്ങിനെ, പാവങ്ങളിലെ രാങ്പാൽ രാങ്ങിനെ ഇതേപോലെ രാവറിൻ്റെ പിടിയിൽ പെടാതിരിക്കാൻ വേണ്ടി ഒരു കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് അദ്ദേഹത്തോട് അനുഭാവമുള്ള കന്യാസ്ത്രീകളും അതുപോലെ തന്നെ അവിടുത്തെ ഗാർഡനറും രക്ഷപ്പെടുത്തുന്നത് ഒരു ശവപ്പെട്ടിയിലാണ്. ശവപ്പെട്ടിയിലൂടെയാണ് രക്ഷപ്പെടുന്നത്. ഞാൻ പറയാം,
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്യമുണ്ട്. ഒരു ഹൈപ്പർ ലിങ്ക് പോലെ നമുക്ക് പാവങ്ങൾ വായിക്കുമ്പോൾ എൻ എസ് മാധവനിലേക്കും എൻ എസ് മാധവൻ്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ളത് ഈ പാവങ്ങളിലേക്കും എത്തുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ നിരവധി ഹൈപ്പർ ലിങ്കുകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഉജ്ജ്വല കൃതിയാണ്. കേരളത്തെ സമഗ്രതലത്തിൽ മാറ്റിമറിക്കാൻ വലിയ പ്രേരണയായി തീർന്നിട്ടുള്ളൊരു കൃതിയുടെ 100-ാം വർഷമാണ് കേരളം ആകെ ആഘോഷിക്കുന്നത്. അടുത്തതായിട്ട് സംസാരിക്കാൻ ഞാൻ ശ്രീ സജയ് മാഷെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും മനോഹരമായ ഒരു സാംസ്കാരിക സന്ദർഭമാണിത്. ഒരു കൃതിയുടെ, ഒരു വിദേശ കൃതിയുടെ മലയാള വിവർത്തനത്തിൻ്റെ ശതാബ്ദിയെ മുൻനിർത്തി മലയാളികളായ ഇത്രയും ആളുകൾ കേരളത്തിന് പുറത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക സൗന്ദര്യം. നമ്മൾ നാലപ്പാടൻ്റെ പാവങ്ങളെന്നാണ് പറയുക, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളെന്നല്ല. മലയാളിയുടെ വിനിമയങ്ങളിൽ നാലപ്പാടൻ്റെ പാവങ്ങളുടെ ശതാബ്ദി എന്നാണ് നമ്മൾ പറയുക. അത്രത്തോളം ഒരു വിവർത്തകൻ എന്ന നിലയിൽ മലയാളിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ, സാമൂഹിക ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ നാലപ്പാടൻ എന്ന വിവർത്തകന് ഒരു വലിയ സ്ഥാനം കൈവന്നു എന്നതിനാൽ കൂടിയാണ് ഒരു നൂറ്റാണ്ടിന് ശേഷം നമ്മൾ ആ വിവർത്തനത്തെ, അതിൻ്റെ സാംസ്കാരിക പ്രസക്തിയെ വിലയിരുത്താൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ട്? വിവർത്തന കലയുടെ കാര്യത്തിൽ വലിയൊരു ചരിത്രവും പാരമ്പര്യവും ഉണ്ട് മലയാളിക്ക്. ഇവിടെ ശ്രീ കെ പി രാമന് സൂചിപ്പിച്ച നമ്മുടെ ഭാഷാപിതാവ് തന്നെ ഒരു വിവർത്തകനായിരുന്നു. ഒരർത്ഥത്തിൽ, ഒരു പരിധിയോളം, ഒരളവിൽ ഒരു വിവർത്തകനായിരുന്നു. രാമായണ മഹാഭാരതങ്ങളുടെ വിവർത്തകനായിരുന്നു എന്ന് നമുക്കറിയാം. അത് നേർവിവർത്തനങ്ങളല്ല, സംഗ്രഹീത പുനരാഖ്യാനം എന്ന് നമ്മൾ പറഞ്ഞു വരുന്ന തരത്തിലുള്ള പദ്യ വിവർത്തനങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരത വിവർത്തനം, വൃത്താനുവൃത്ത വിവർത്തനം നമ്മുടെ ഭാഷയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തിന്? ഇതിൽ ഈ വിവർത്തന സംരംഭത്തിൽ ഒരു പങ്കാളിയായി എന്നുകൂടി പറയാവുന്ന വള്ളത്തോൾ വാൽമീകി രാമായണ തർജ്ജമയിലൂടെയാണ് മലയാള സാഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ അതെല്ലാം പദ്യ വിവർത്തനങ്ങളായിരുന്നു. സംസ്കൃത സാഹിത്യകൃതികളുടെ ശാകുന്തള വിവർത്തനങ്ങൾ ഉൾപ്പെടെ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട മഹാകാവ്യങ്ങളുടെയോ നാടകങ്ങളുടെയോ ഇതിഹാസങ്ങളുടെയോ പദ്യ വിവർത്തനങ്ങളായിരുന്നു അതുവരെ മലയാളി വായിച്ചിട്ടുള്ള, മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ വിവർത്തന കൃതികളും. അപ്പോഴാണ് നാലപ്പാടനെ പോലൊരു കവി, അതൊരു കവിയാണ്, ഒരു നോവലിൻ്റെ, ബൃഹത്തായ ഒരു ലോക നോവലിൻ്റെ വിവർത്തനം നടത്തുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. നാലപ്പാടനൊരു കഥാകാരൻ കൂടിയല്ല, ഒരു നോവലിസ്റ്റ് അല്ലാത്ത നാലപ്പാടൻ അല്ലേ, കവിതകളിലൂടെ കണ്ണുനീർത്തുള്ളി പോലൊരു വിലാപകാവ്യത്തിലൂടെയും ചക്രവാളം, പുളകാങ്കുരം ഇങ്ങനെയുള്ള കാവ്യകൃതികളിലൂടെയും മലയാള സാഹിത്യത്തിൽ മറ്റൊരു തരത്തിൽ സ്ഥാനപ്പെടുന്ന ഒരു കവിയാണ്. മറ്റൊരു മഹാകവിയുടെ ഏറ്റവും അടുത്ത ആത്മമിത്രം എന്ന നിലയിൽ ഈ നോവൽ വിവർത്തന സംരംഭത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. കൗതുകകരമായൊരു വസ്തുത, 1925 നാലപ്പാടൻ്റെ വിവർത്തനം പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് മലയാള മനോരമയുടെ പത്രാധിപരായിരുന്ന KC മാമൻ മാപ്പിള തൻ്റെ പത്രത്തിനു വേണ്ടി വിവർത്തകൻ്റെ പേര് വയ്ക്കാതെ സരസ്വതി എന്ന പേരിൽ പാവങ്ങൾ വിവർത്തനം ചെയ്തിരുന്നു. എന്തുകൊണ്ട് സരസ്വതി എന്ന് ചോദിച്ചാൽ, അന്നൊക്കെ വിവർത്തനങ്ങളിൽ മൂലകൃതിയിലെ കഥാപാത്രങ്ങളുടെ പേരുകളെ മലയാളീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒഥല്ലോയെ ഉദ്ദാലനാക്കുക, ഹാംലറ്റിനെ ഹേമലതൻ എന്ന പേരിൽ വിവർത്തനം ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹേമലതൻ ഹാംലറ്റ് ആവുക. ആ രീതിയിൽ ഈ കൃതിയിലെ പാവങ്ങളിലെ നായിക എന്ന് പറയാവുന്ന കൊസത്തിന് മാമൻ മാപ്പിള കണ്ടെത്തിയ മലയാള പേരായിരുന്നു സരസ്വതി. അതൊരു സംഗ്രഹീത പുനരാഖ്യാനമായിരുന്നു. അത് 1923 മറ്റാണ് പത്രത്തിൽ ആഴ്ചതോറുമായി പാവങ്ങളുടെ ഒരുപക്ഷെ ആദ്യ മലയാള വിവർത്തനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പക്ഷെ അതും ഇതുപോലൊന്നും വ്യാപകമായി സ്വീകരിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട് നാലപ്പാടൻ്റെ വിവർത്തനം ഇത്രമാത്രം വ്യാപകമായി അക്കാലം മുതൽ ഇക്കാലം വരെ സ്വീകരിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. നാലപ്പാടൻ്റെ വിവർത്തന രീതി ഒരുപക്ഷെ പദാനുപദ വിവർത്തനമായിരുന്നു. പ്രത്യേകിച്ച് നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലെ ഒരു ഇസബൽ എന്ന പേരായ ഒരു വിവർത്തകയുടെ അന്ന് തന്നെ ഒന്നിലേറെ പരിഭാഷകൾ, ഇംഗ്ലീഷ് പരിഭാഷകൾ ലേ മിറാബലെ എന്ന നോവലിന് ലഭ്യമായവയിൽ നാലപ്പാടന് ബോധ്യമായ ഇസബലിൻ്റെ വിവർത്തകയായ ഇസബലിൻ്റെ പരിഭാഷയെ അധികരിച്ചായിരുന്നു നാലപ്പാടൻ്റെ വിവർത്തനം.
അപ്പോൾ അതിലെ ഈ പദാനുപദ വിവർത്തനത്തിൽ കടന്നുകൂടുന്ന ഇംഗ്ലീഷ് ശൈലികൾ ധാരാളം ഉണ്ടാകും. അവയെ എങ്ങനെ പരിഭാഷപ്പെടുത്താം? അവയെ അതേപടി പരിഭാഷപ്പെടുത്തുക. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്ന ഒരാളെന്നാണ് മൂലകൃതിയിൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ കാണുന്നതെങ്കിൽ അതിനെ അങ്ങനെ തന്നെ, അതിൻ്റെ ധ്വനി എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ആ അർത്ഥത്തെ പരിഭാഷപ്പെടുത്തുന്നതിന് പകരം അതിനെ അങ്ങനെ തന്നെ പരിഭാഷപ്പെടുത്തുക എന്നതായിരുന്നു നാലപ്പാടൻ രീതി. ഇത്തരത്തിൽ ലോക നിലവാരത്തിലേക്ക് മലയാള ഗദ്യം പ്രവേശിക്കാൻ ഈ വിവർത്തനം സഹായകമായി. പുതിയ ശൈലികളുടെ ആവിഷ്കാരത്തിലൂടെ, പുതിയ ഭാഷാ രീതികളിലൂടെ, അന്നുവരെ മലയാളി കണ്ടിട്ടില്ലാത്ത വേഷവിധാനങ്ങൾ, ഉപകരണങ്ങൾ, സാധനങ്ങൾ, ഇവയ്ക്കെല്ലാം മലയാള പേരുകൾ കണ്ടെത്തുന്നതിലൂടെ ഗദ്യത്തിലൂടെ ഒരു പുതിയ ഗദ്യം സൃഷ്ടിക്കപ്പെട്ടു. ഒരു മഹാനോവലിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമായ ഗദ്യം, ലോക നിലവാരത്തിലുള്ള ഗദ്യം, നവീകൃതമായ കാലികമായ ഗദ്യം, സമകാലത്തോട് തൊട്ടു നിൽക്കുന്ന ഗദ്യം സൃഷ്ടിക്കാൻ നാലപ്പാടിന് തൻ്റെ വിവർത്തനത്തിലൂടെ സാധിച്ചു എന്നതായിരിക്കാം ഒരുപക്ഷെ ഈ വിവർത്തന കൃതിയെ ഒരു മൗലിക കൃതിയോളം പ്രധാനമാക്കി തീർക്കുന്നത്. കാരണം അതുവരെ മലയാളിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സി വി രാമപിള്ളയുടെ ഗദ്യമാണ്, സംസ്കൃത നിബിഡമായ, സംസ്കൃത ജടിലമായ ഗദ്യമാണ്, അല്ലെങ്കിൽ ചന്തുമേനോൻ്റെ ഗദ്യമാണ്. അവിടേക്കാണ് ഒരു ഫ്രഞ്ച് നോവലിൻ്റെ പരിഭാഷയ്ക്ക് സജ്ജമാമിധം മലയാള ഗദ്യം പാകപ്പെടുന്നത് നാലപ്പാട് നാരായണ മേനോനിലൂടെ. ഇവിടെ നമ്മൾ കൗതുകകരമായൊരു കാര്യം ഓർമ്മിക്കേണ്ടത്, നാലപ്പാടൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 9ാം ക്ലാസ്സായിരുന്നു. അവിടെ വെച്ച് പഠിപ്പ് നിർത്തിയ ഒരാളാണ്. അതിനുശേഷം മദ്രാസിൽ നിന്നോ മറ്റോ തൻ്റെ അയൽപക്കത്ത് ഒരു ചെറുപ്പക്കാരന് വന്ന ഒരു കത്തോ ഒരു ടെലഗ്രാമോ, ഇംഗ്ലീഷിൽ വന്ന ഒരു കത്ത് വായിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്കിത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ട് സ്വയം പഠിച്ചെടുത്ത ഇംഗ്ലീഷ് ഉപയോഗിച്ചാണ്, ഭാഷാപരിജ്ഞാനം ഉപയോഗിച്ചാണ് നാലപ്പാടൻ ഈ ബൃഹത്തായ തർജ്ജമ നിർവഹിച്ചത് എന്ന വസ്തുതയുമുണ്ട്. ഒരു പാവങ്ങളത്ര പാവമല്ല എന്ന് പറയാറുണ്ട് കളിയായിട്ട്. കാരണം ഏതാണ്ട് 48 പുസ്തകങ്ങളിലായി, 5 വോള്യങ്ങളിലായി, 365 അധ്യായങ്ങളിലായി പരന്നു കിടക്കുന്ന, 2000 പരം പേജുകളിലായി, ഏത് വിവർത്തനത്തിലും ഏത് വിവർത്തന രൂപത്തിലും 2000 പരം പേജുകളിലായി പരന്നു കിടക്കുന്ന അതിബൃഹത്തായ ഒരു നോവലാണ് പാവങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, 5 വോള്യങ്ങൾ, 48 പുസ്തകങ്ങൾ, 365 അധ്യായങ്ങൾ. അപ്പോൾ ഒരു ദിവസം ഒരു അധ്യായം വീതം വായിച്ചാൽ ഒരു വർഷം കൊണ്ട് വായിച്ചു തീരാവുന്ന വിപുലമായ ഒരു നോവൽ. ഈ നോവലാണ് നാലപ്പാടനെ പോലൊരു കവി 3-4 വർഷമെടുത്ത്, എൻ്റെ ഒരു കണക്കുകൂട്ടൽ തൻ്റെ 30ാമത്തെ വയസ്സിലായിരിക്കണം നാലപ്പാടൻ, ഏതാണ്ട് അതിനോടടുത്ത വയസ്സിലായിരിക്കണം നാലപ്പാടൻ ഈ വിവർത്തനം ആരംഭിക്കുന്നത്. കാരണം 1887 ജനിച്ച ആളാണ്. അതേ വർഷമാണ് അദ്ദേഹം വിവർത്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഇസബലിൻ്റെ പാവങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതപ്പെട്ടത് എന്ന സവിശേഷതയുണ്ട്. നാലപ്പാടൻ കേരളത്തിൽ ജനിക്കുന്ന അതേ വർഷം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെട്ട പാവങ്ങളുടെ ഒരു വിവർത്തനത്തെ ആസ്പദമാക്കിയിട്ടാണ് നാലപ്പാടൻ്റെ വിവർത്തനം. ഇസബൽ എന്ന് ഞാനിവിടെ പേര് സൂചിപ്പിച്ച ആ വിവർത്തകയുടെ വിവർത്തനം ഇംഗ്ലീഷിൽ പുറത്തു വരുന്ന 1887 അതേ വർഷമാണ് നാലപ്പാടൻ കേരളത്തിൽ ജനിക്കുന്നത്. അദ്ദേഹം തൻ്റെ യൗവന മധ്യത്തിലാണ് ഈ വിവർത്തന സംരംഭം ആരംഭിക്കുക, 1816 മറ്റോ. അത് 25 പൂർത്തിയായെന്ന് പറയാൻ പറ്റില്ല. പാവങ്ങളുടെ ആദ്യ വോള്യം മാത്രമാണ് 25, 1925 പുറത്തിറങ്ങുക. പിന്നീട് 27 29 തൊട്ടടുത്ത വോള്യങ്ങൾ പുറത്തിറങ്ങുക. ഇതിന് 1936 ഏതാണ്ട് 10 കൊല്ലത്തിനിടയിൽ വളരെ സമഗ്രമായ ഒരു പഠനമുണ്ടായി മലയാളത്തിൽ ഈ വിവർത്തനത്തെപ്പറ്റി. അത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ സാഹിതീയം എന്ന ലേഖന സമാഹാരത്തിൽ ചേർത്തിരിക്കുന്ന പാവങ്ങളുടെ ഏറെക്കുറെ സമഗ്രമെന്ന് പറയാവുന്ന ഒരു അവലോകനമാണ്. അതിൽ അവസാനമായി കുറ്റിപ്പുഴ പറയുന്ന ഒരു കാര്യം ഈ ഭാഷാശൈലിയെ പറ്റിയാണ്, ഈ വിവർത്തന ഭാഷയെപ്പറ്റിയാണ് അന്ന് ഏറ്റവും വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സഞ്ജയനെ പോലൊരു നിരൂപകൻ, കവിയായ സഞ്ജയനല്ല, നിരൂപകനായ സഞ്ജയൻ ഈ ഭാഷാശൈലിയെ അംഗീകരിക്കാത്ത ഒരാളായിരുന്നു. ഇംഗ്ലീഷ് അറിയാതെ തന്നെ ഈ ഭാഷാശൈലിയെ, ഈ വിവർത്തന ഭാഷാശൈലിയെ അംഗീകരിച്ച ആളായിരുന്നു കുട്ടിക്കൃഷ്ണമാരാർ. അപ്പോൾ ഈ കുറ്റിപ്പുഴ ഈ ലേഖനത്തിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, ഞാനിവിടെ പറഞ്ഞ അതേ ഉദാഹരണം തന്നെ, വായിൽ വെള്ളിക്കൈലുമായി ജനിക്കുക എന്നാണ് നാലപ്പാടൻ എഴുതുക. നമ്മളത് പിന്നീട് വെള്ളിക്കരണ്ടിയാക്കി മാറ്റി. അതുപോലെ ജീവിതത്തിൻ്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുക, ഇങ്ങനെയുള്ള ശൈലികൾ എങ്ങനെ മലയാളി ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ കാലക്രമേണ, കാലാന്തരത്തിൽ മലയാള ഭാഷ ഇത്തരം ശൈലികളെ സ്വാംശീകരിച്ചേക്കാം
എന്ന് കുറ്റിപ്പുഴ പറയുന്നുണ്ട്. നമുക്കറിയാം ഈ 100 വർഷത്തിന് ശേഷം അഥവാ അതിനിടയിൽ എവിടെയോ വെച്ച് മലയാളി അവ സ്വാംശീകരിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ രണ്ടറ്റം കൂട്ടി തൊടുവിക്കുന്നു എന്ന് പറയാറുണ്ട്. ഒരു മലയാള ശൈലി എന്നോണം വായിൽ വെള്ളിക്കരണ്ടിയുമായോ സ്വർണ്ണക്കരണ്ടിയുമായോ ജനിക്കുക എന്ന് പറയാറുണ്ട്. ഇങ്ങനെ മലയാള ഗദ്യത്തെ, മലയാള ഭാഷയെ ആധുനികമാക്കി തീർത്ത ഒരു പരിഭാഷ എന്നതാണ് ഒരുപക്ഷെ പാവങ്ങളുടെ ഒരു പ്രാധാന്യം. മറ്റൊന്ന്, അന്നത്തെ കേരളീയ സാംസ്കാരിക രാഷ്ട്രീയ സന്ദർഭം ആവശ്യപ്പെടുന്ന, കാത്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ഒരു നോവലായിരുന്നു. കാരുണ്യത്തെക്കുറിച്ചുള്ള, സ്നേഹത്തെക്കുറിച്ചുള്ള, പാവപ്പെട്ടവരെക്കുറിച്ചുള്ള, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ഇതുപോലുള്ള ബൃഹത്തായ ഒരു കൃതി. നമുക്കറിയാവുന്ന പോലെ പാപങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ ചണ്ടാല ഭിക്ഷുകി പോലുള്ള കൃതികളിലൂടെ സ്നേഹമഹത്വം എന്താണ് എന്ന് മഹാകവി കുമാരനാശാൻ മലയാളിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. അനുകമ്പ ദശകം പോലെയുള്ള കൃതികളിലൂടെ നാരായണ ഗുരുവും അത് തന്നെ ചെയ്തിരുന്നു. ഇങ്ങനെയെല്ലാം അനുകമ്പയിലേക്കും സ്നേഹത്തിലേക്കും സമത്വത്തിലേക്കും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും ഇടതുപക്ഷ മുന്നേറ്റങ്ങളുടെ ഭാഗമായും ആനയിക്കപ്പെട്ടുകൊണ്ടിരുന്ന മലയാളിയാണ് പാവങ്ങളെ രണ്ട് കൈയും നീട്ടി തൻ്റെ ഹൃദയം കൊണ്ട് തങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ വന്ന് മുട്ടി വിളിച്ച ഈ പരദേശകൃതിയെ സ്വീകരിക്കുന്നത്. 20കളുടെയും 30കളുടെയും രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയവും കേരളീയ രാഷ്ട്രീയവുമാണ് ഒരുപക്ഷെ പാവങ്ങളെ ഇത്തരത്തിൽ സാർവത്രികമായ സ്വീകാര്യത നൽകി മലയാളിയുടെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അതുവരെ മലയാളിയുടെ ഒരു ധാരണ ഇംഗ്ലീഷ് സാഹിത്യമാണ് ലോക സാഹിത്യം എന്നതായിരുന്നു. അതിനെ കാര്യമായി തിരുത്തിക്കുറിച്ച കൃതി കൂടിയായിരുന്നു പാവങ്ങൾ. അതൊരു ഫ്രഞ്ച് നോവലാണ്. ആദ്യമായി മലയാളത്തിലേക്കൊരു ഇംഗ്ലീഷ് ഇതര വിദേശ നോവൽ കടന്നു വരുന്നു. അതും ഒരു നിസ്സാര നോവലല്ല, ലോകത്തിലെ ഏറ്റവും മഹത്തായ നോവൽ എന്ന് ടോൾസ്റ്റോയി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നോവൽ. ലോകത്തുണ്ടായിട്ടുള്ള 1/2 ഡസൻ മഹത്തായ നോവലുകളിൽ ഒന്ന് എന്ന അപ്ടൺ സിംഗ്ലെയറെ പോലൊരു അമേരിക്കൻ എഴുത്തുകാരൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നോവൽ. ഒരുപക്ഷെ ടോൾസ്റ്റോയ്ക്ക് വാർ ആൻഡ് പീസ് എഴുതാൻ ഇതെല്ലാം അതിന് ശേഷമാണ്. പാവങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് 1869 മറ്റോ ആണ് ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് എഴുതപ്പെടുന്നത്. ദസ്തയേവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എഴുതപ്പെടുന്നത്. ഇങ്ങനെ ലോക സാഹിത്യകാരന്മാരെ കൂടി പ്രചോദിപ്പിച്ച 19ാം നൂറ്റാണ്ടിൻ്റെ നോവൽ എന്നറിയപ്പെടുന്ന ലോക നോവലിൻ്റെ യശസ്തംഭങ്ങളിലൊന്നായ ഒരു നോവൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 2ാം ദശകത്തിൽ തന്നെ മലയാളത്തിലേക്ക് വരുന്നു. മലയാളിയുടേതായി അത് മാറുന്നു. ഈ നോവൽ വായിച്ച് പ്രചോദിതരായതിനെ പറ്റി പലരും എഴുതിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ചെറുകാട് തൻ്റെ ആത്മകഥയിൽ ഒരു അധ്യായം തന്നെ ഇതിനെപ്പറ്റി എഴുതുന്നുണ്ട്. ഈ പുസ്തകം കയ്യിലുള്ള ഒരാളോട് അത് കടമായി ചോദിക്കുന്നു, അയാളത് കടം കൊടുക്കുന്നില്ല, വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് വായിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയുന്നു. അതിനു കൂടി ചെറുകാട് തയ്യാറാകുന്നു. ഇതൊന്നും വെറും വായനകളല്ല, വായിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ, സാമൂഹ്യ ബോധത്തെ, ജീവിത ബോധത്തെ രൂപീകരിക്കുകയാണ് ചെയ്തത് മലയാളി പാവങ്ങളിലൂടെ. ഇപ്പോൾ കുട്ടിക്കൃഷ്ണമാരാരെ പോലൊരു നിരൂപകൻ സർവാത്മന പാവങ്ങളെ ഏറ്റെടുത്തൊരു വാർ ആൻഡ് പീസ് മോശം നോവലാണെന്ന് പറഞ്ഞ കുട്ടിക്കൃഷ്ണമാരാരാണ് പാവങ്ങളെ സർവാത്മന ഏറ്റെടുക്കുന്നത്. ഇത്തരത്തിൽ മൂല്യബോധപരമായി ധാർമ്മികതയിൽ അടിയുറച്ച ഒരു ജീവിത ബോധം മലയാളിക്ക് സമ്മാനിച്ചത് പാവങ്ങളാണെന്ന് പറയാൻ. അതിനുമൊരു കാരണമുണ്ട്. ഈ പശ്ചാത്തലം, ഈ ചരിത്ര സന്ദർഭത്തിൻ്റെ പശ്ചാത്തലം. മഹാത്മാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കാലഘട്ടത്തിലാണ് നാലപ്പാടൻ പാവങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഡിയിലെ മെത്രാന് മഹാത്മാഗാന്ധിയുടെ സാദൃശ്യത്തിൽ ഡിയിലെ മെത്രാനെയും ഒരുപക്ഷെ മലയാളി വായിച്ചിരിക്കാം. ഇങ്ങനെ ബഹുതല സ്പർശിയായ ഭാഷാപരവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വാധീനം ചെലുത്തിയ ഒരു വിവർത്തന കൃതി എന്ന നിലയിലാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളിക്ക് നാലപ്പാടൻ്റെ പാവങ്ങളായി മാറുന്നത്. നമുക്ക് ഈ ചർച്ച തുടരാം. നോവലിൻ്റെ കഥയുടെ ഭാഗങ്ങളിൽ കൂടിയും വിവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ നോവൽ ഇന്ന് നമുക്ക് എന്ത് പുതിയ പാഠമാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള വേറൊരു വസ്തുതയ്ക്ക് കടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പാവങ്ങൾ മനുഷ്യത്വത്തിൻ്റെ അതിൽ അവസാനമായിട്ട് പറയുക എന്നത് ഈ ലോകത്ത് അന്യോന്യം സ്നേഹിക്കുകയാണ് വേണ്ടത്. സ്നേഹം മാത്രമേ ഉള്ളൂ ലോകത്ത്, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സ്നേഹത്തെ ഊന്നിപ്പറയുന്ന ഈ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഇതിന് സാർവലൗകികമായിട്ടുള്ളൊരു സ്വീകാര്യത കിട്ടിയിട്ടുള്ളത്. പക്ഷേ
ഈ മാനവികത എന്ന ആശയം ഹ്യൂഗോന് കിട്ടിയത് എവിടുന്നാണ്? വെസ്റ്റേൺ ആയിട്ടുള്ള മാനവികതയുടെ ആശയം, വെസ്റ്റേൺ ആയിട്ടുള്ള മാനവികതയുടെ ആശയത്തിൽ നിന്ന് തന്നെയാണ് ഹ്യൂഗോന് പിന്നെ ഈ മനുഷ്യത്വത്തെപ്പറ്റി, മനുഷ്യരെല്ലാം ഒന്നാണ്, മനുഷ്യൻ്റെ ഭാഗധേയങ്ങൾ ഒന്നാണ് എന്ന ഒരു ചിന്ത ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വെസ്റ്റേൺ ആയിട്ടുള്ള ഹ്യൂമണിസത്തിനെതിരായിട്ടുള്ള പല ചിന്തകൾ പിന്നെ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അതെല്ലാവരെയും സ്വീകരിക്കുന്നതല്ല, അതിൻ്റെ ഉള്ളിലൊരു ഇംഗ്ലീഷുകാരനാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്, അതിൽ നമുക്കൊന്നും സ്ഥാനമില്ല. വെസ്റ്റേൺ ഹ്യൂമണിസത്തെ പറ്റി ഇങ്ങനെയുള്ള പിന്നെ എതിർപ്പുകളുണ്ടായിട്ടുണ്ട്. കാരണം ഹ്യൂമണിസത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഇമ്മാനുവൽ കാൻ്റൊക്കെ പിന്നെ നല്ല ചൂരലെടുത്തിട്ട് ആഫ്രിക്കൻ കാപ്പിരീനെ അടിക്കണം എന്ന് പറഞ്ഞ ആളാണ്. കാരണം ഇമ്മാനുവൽ കാൻ്റ് സാർവദേശീയമായിട്ടുള്ള മാനവികതയുടെ വക്താളായി നിൽക്കുന്നവരെന്നെ പറയുന്നത് നമ്മളൊന്നും ആ ഇംഗ്ലീഷുകാരനാവുന്ന സമയത്തെ ആ മനുഷ്യനാവുന്നുള്ളൂ, മറ്റവരൊക്കെ ലെസ്സർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതുമാതിരി തന്നെ വാൾട്ടറും പറയുന്നുണ്ട്. വാൾട്ടറിനും ഈ ഇതുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരനാണ് ശരിയായിട്ടുള്ള മനുഷ്യൻ എന്നുള്ളത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഹ്യൂഗോനും ഈ സൂക്കട് കുറേശ്ശെ ഉണ്ടായിരുന്നു. അതായത് സിവിലൈസിങ് മിഷൻ, അതായത് പാശ്ചാത്യൻ്റെ മറ്റുള്ളവരെല്ലാം പരിഷ്കരിപ്പിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം എന്ന വംശീയമായിട്ടുള്ള വെസ്റ്റേൺ വൈറ്റിനോടുള്ള ആഭിമുഖ്യം ഹ്യൂഗോയിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കൃതി അതിനെ തിരസ്കരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. ഈ എഴുത്തുകാർ പലപ്പോഴും കാലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിമിതികളിൽ വിട്ടുപോകുന്ന സമയത്ത് കൃതികൾ അതിനെ അതിജീവിച്ചു വരുന്നു. പാവങ്ങൾ നോക്കുന്ന സമയത്തിൽ അതിലെ മാനവികതയിൽ ബ്രിട്ടീഷുകാരനോ വെള്ളക്കാരനോ വലുതായിട്ടില്ല, എല്ലാവർക്കുമുള്ള മാനവികതയാണുള്ളത്. അപ്പം നമുക്ക് പറയാനുള്ള ഇതിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല വലിയ എഴുത്തുകാർക്കും ഈ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അപ്പം അതിനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ള ഈ വിഷയം കൂടി ഇന്ന് വേണം. കാരണം ഹ്യൂഗോനും ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും എങ്ങനെയാണ് അതിനെ ഈ ഗ്രേറ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ എഴുത്തുകാരൻ്റെ പരിമിതിയെ തന്നെ അതിവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ ഡോസ്റ്റോസ്കി ആണെങ്കിൽ ഒരു പിന്നെ ഓർത്തഡോക്സ് ക്രിസ്ത്യനായിരുന്നു, പിന്നെ ആൻറ്റിസെമിറ്റിസും അന്യമത വിദ്വേഷത്തിൻ്റെ കണികകൾ വേണമെങ്കിൽ അദ്ദേഹത്തിൽ കാണാൻ പറ്റും. പക്ഷേ ബ്രദർ കാർമസോവിലൊക്കെ മനുഷ്യൻ്റെ ഭാഗധേയത്തെ പറ്റിയിട്ടുള്ള വലിയ വിഹുലതകളും കാര്യങ്ങളുമെല്ലാം അതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. TS എലിറ്റിലാണെങ്കിലും വരേണ്യത കാണാൻ പറ്റും. ഇങ്ങനെ അപ്പം ഇതിന്ന് നാം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു എഴുത്തുകാരൻ്റെ കൃതിയെ നമ്മളെങ്ങനെ വായനയിൽ കൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എഴുത്തുകാരൻ മരിക്കുകയും വാർത്തൊക്കെ പറഞ്ഞ മാതിരി വായനയിൽ കൂടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ പിന്നെ സംസ്കാരത്തിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എഴുത്തുകാരനിൽ ഇടയ്ക്ക് ദുരുദ്ദേശങ്ങൾ ആരോപിച്ചുകൊണ്ട് കൃതിയെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു വൈമുഖ്യം കാണാറുണ്ട്. ഇപ്പോൾ എഴുത്തച്ഛനെതിരായിട്ടുള്ള ഞാനിപ്പോൾ ഇത് കൂട്ടി പറഞ്ഞാലേ നമുക്ക് ഇതൊന്ന്, എഴുത്തച്ഛനെതിരായിട്ട് ഇപ്പോൾ വലിയ ബ്രാഹ്മണ ഭക്തനായിരുന്നു, ഇത് നമ്മൾ വെളിച്ചെണ്ണ എന്തൊക്കെ വാങ്ങി ചന്ദനത്തിലേക്ക് വാങ്ങി ഇത് വായിക്കേണ്ട കാര്യമുണ്ടോ എന്ന നിലയ്ക്കുള്ള ചിന്തകൾ വരുന്നുണ്ട്. അതായത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാവങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല. പാവങ്ങളിലും പിന്നെ ഇങ്ങനെ തരത്തിലുള്ള ഒരു പിന്നെ ആൾക്കാരെ നേരെയാക്കിയെടുക്കാനുള്ള ഒരു മിഷനായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്ന വിക്ടർ ഹ്യൂഗോൻ്റെ കൃതിയാന്നുള്ള എനിക്ക് പാവങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവരെല്ലാം സ്വീകരിക്കേണ്ടത്, എഴുത്തിനെ എങ്ങനെ സ്വീകരിക്കണം, എഴുത്തുകാരനെ എങ്ങനെ പ്രോഗ്രസീവായിട്ട് വായിക്കണം എന്നതിൻ്റെ ഒരു മെസ്സേജും കൂടിയും ഈ കൃതിയുടെ ചർച്ചയിൽ കൂടെ ഉയർന്നു വരണം. കാരണം ഇന്നിപ്പോൾ നമ്മൾ വളരെ പരിമിതമായിട്ട് ഇടുങ്ങിയ നിലയ്ക്ക് എഴുത്തച്ഛനെയൊക്കെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എന്താണ് പിടിച്ചു നിൽക്കാനുള്ളത് എന്നുള്ളൊരു പ്രശ്നമാണ്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ ബ്രാഹ്മണസ്തുതി നടത്തിയ ആളാണ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ശബരീനെ മാറോട് ചേർത്തിട്ടുള്ള എഴുത്തച്ഛനാണ്. ഗുഹനെ പിന്നെ ഏറ്റവും നെഞ്ചോട് ചേർത്തത് ഉള്ളതാണ്. മാത്രമല്ല മര്യാദാപുരുഷോത്തമനായിട്ടുള്ള രാമൻ്റെ എല്ലാ കേടും തീർത്തിട്ടാണ്, മര്യാദാപുരുഷോത്തമനായിട്ടാണ് രാമനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ നിലയ്ക്കല്ലേ നമ്മൾ സാഹിത്യത്തെ സ്വീകരിക്കേണ്ടത് എന്നൊരു ചർച്ച കൂടി ഇതിൻ്റെ അകത്തും ഉണ്ടായിരിക്കണം. പിന്നെ ഈ കൃതിക്ക് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ സൂക്ഷിപ്പാണ്. നമുക്ക് നമ്മുടെ ആത്മാവിനെങ്ങനെ, മനുഷ്യൻ്റെ ആത്മാവിനെങ്ങനെ സൂക്ഷിച്ചു നിർത്താൻ പറ്റുമെന്നതാണ്
പിന്നെ പാവങ്ങൾ പറയുന്നെങ്കിൽ ഇന്ന് നമുക്ക് മനുഷ്യരാശി എങ്ങനെ സൂക്ഷിച്ചു നിർത്താൻ പറ്റും എന്നൊരവസ്ഥയിലേക്ക് എത്തുക. ഈ കാലാവസ്ഥാ വ്യതിയാനം, മഹാമാരികളൊക്കെ കൂടി മനുഷ്യകുലം തന്നെ മുടിയെന്ന്. അപ്പോൾ അന്ന് മനുഷ്യൻ്റെ ആത്മാവിനെ എങ്ങനെ മാനുഷികതയിൽ പിടിച്ചു നിർത്താൻ പറ്റും ചിന്തിച്ച പോലെ ഇന്ന് നമുക്ക് ഈ ഭൂമിയെ എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്ന ചിന്തകൾ, അതായത് ഈ നിലയ്ക്ക് ഇപ്പം ഞാനത് എൻ്റെ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. പിന്നെ ചില കൃതികൾ, പിന്നെ ഈ സ്റ്റാൻലി റോബിൻസൻ്റെ ദി മിനിസ്ട്രി ഓഫ് ദി ഫ്യൂച്ചർ എന്നുള്ള കൃതിയിൽ എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യത്വത്തോടും ഐക്യത്തോടും കൂടിയും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ വംശനാശം തടയേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ സയൻസ് പറയുന്നു നമ്മളോട് മനുഷ്യൻ മുഴുവൻ ഏറ്റവും ഐക്യത്തോടു കൂടി നിന്നാൽ മാത്രമേ ഈ കുലം തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഭാഗീയതകൾ ഏർപ്പെടുന്നത്. ആ സമയത്ത് സ്നേഹം കൊണ്ട് നമുക്ക് കൂട്ടിപ്പിടിക്കണം. ആ കൂട്ടിപ്പിടിക്കൽ സത്യത്തിൽ പിന്നെ ഹ്യൂഗോ സ്നേഹം കൊണ്ടും മാപ്പ് കൊണ്ടും മനുഷ്യൻ ഐക്യപ്പെടാൻ പറയുന്ന സമയത്ത് സ്റ്റാൻലി റോബിൻസൺ അനുകമ്പേനെയും സഹകരണത്തെയും തുല്യനീതിയെയും ചേർത്തുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ആ നോവലിൽ വരുന്നത്. രാഷ്ട്ര നേതാക്കന്മാർ, സയൻറ്റിസ്റ്റുകളൊക്കെ ചേർന്നിട്ട് എല്ലാവരും കൂടി ഐക്യത്തോടു കൂടി നിന്ന് മനുഷ്യവംശത്തെ മുടിയാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിസ്ട്രി ഓഫ് ദി ഫ്യൂച്ചർ എന്നുള്ള ആ കൃതിയെയും പാവങ്ങളെയും നമുക്ക് എങ്ങനെ കൂട്ടി വായിക്കാൻ പറ്റും. കാരണം ഇന്നിപ്പോൾ അത് റിലവൻ്റ് ആണെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ ഈ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം ഇന്ന് പ്രാവർത്തികമാകുന്നു. സ്റ്റാൻലി റോബിൻസൺ ഭൂമിയുടെ പരിവർത്തനമാണ് ഇന്ന് ആവശ്യപ്പെടുന്നത്, ലോകത്തിൻ്റെ പരിവർത്തനം ഈ കുലം മുടിയാതെ നിൽക്കാൻ വേണ്ടി. ഹ്യൂഗോ വ്യക്തിയുടെ പരിവർത്തനമാണ് പറയുന്നത്. പിന്നെ മുഴുവൻ മനുഷ്യൻ്റെയും അതിജീവനത്തിന് വേണ്ടി സ്റ്റാൻലി റോബിൻസൺ നോക്കുന്ന സമയത്ത് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ വിമർശനം ഹ്യൂഗോ നിർവഹിക്കുന്നു. സാമ്പത്തിക ഘടനകൾ, വികസന നയങ്ങളുടെ ഘടനകൾ, ഇതിനെയെല്ലാം തന്നെ സ്റ്റാൻലി റോബിൻസൺ പിന്നെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ കൃതിയിലുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ അതും കൂടി ആ സ്വാർത്ഥതയും കൂടിയും പറഞ്ഞാലേ പൂർണ്ണമുള്ളൂ എന്ന് തോന്നുകയാണ്. നമ്മളെ പൊന്നാനി കളരിയിലുള്ള ഒരാളാണ് ആലപ്പാട്ട് നാരായണ മേനോൻ. പൊന്നാനിക്കാർക്ക് എതിരായിട്ടുള്ളൊരു ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ നന്മ വല്ലാതെ കാണും, മനുഷ്യൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള വൈരുദ്ധ്യങ്ങളൊന്നും കാണില്ല എന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഈ നന്മ കാണുക എന്നത് അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പലപ്പോഴും നമുക്ക് ഈ മനുഷ്യൻ ഒന്നാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ, അതാണ് ഈ വെസ്റ്റേൺ ഹ്യൂമനിസത്തിൻ്റെ ഒരു പ്രശ്നം. മനുഷ്യനൊക്കെ ഒന്നാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ള വ്യത്യാസങ്ങളെല്ലാം തിരസ്കൃതമായി പോയിരുന്നു. പക്ഷേ ചില കാലത്തിനനുസരിച്ച് പിന്നെ സാമ്യങ്ങളെ കൂടുതൽ കാണേണ്ട കാലമാണ്. ഇന്ന് മനുഷ്യൻ മുടിയുന്നൊരവസ്ഥ വരുമ്പോൾ ഈ വ്യത്യാസങ്ങൾ നമ്മൾ ഇരിക്കരുത്, നമ്മളെല്ലാവരും കൂടിയിരിക്കേണ്ട. വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് വെള്ളം പൊങ്ങുമ്പോൾ അതിലൊരു കമ്പും പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അതിൽ നീർക്കോലിയും തവളയും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇങ്ങനെ ഇന്ന് ഐഡൻറ്റിറ്റിയുടെ പ്രശ്നങ്ങൾ, സ്വത്വത്തിൻ്റെ പ്രശ്നങ്ങൾ, ജാതിയുടെ പ്രശ്നങ്ങൾ, ഈ വിഭാഗീയതകളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് മനുഷ്യൻ ഐക്യപ്പെടേണ്ടതായിട്ടുള്ള പൊന്നാനി സ്കൂളിൻ്റെ ഒരു ചിന്ത കൂടി പിന്നെ നാരായണമേൻ്റെ ഈ പിന്നെ വിവർത്തനത്തിലുണ്ട്. അതുകൊണ്ട് പാവങ്ങൾ ഇന്ന് നൽകുന്ന സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നുള്ളത് ആദ്യം നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു, ഇന്ന് അതിജീവനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കേണ്ട ഐക്യം ഇന്ന് നമ്മൾ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള പുതിയ വായനകൾ കാലോചിതമായിട്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മാഷ് പറഞ്ഞു ഒരു കാര്യം. മറ്റൊന്നെന്താ വെച്ചാൽ ഈ മാർക്സ് വിലയിരുത്തിയിട്ടുള്ളത്, മാർക്സ് യൂറോപ്യൻ സാഹിത്യത്തെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു സംഭവം ഉണ്ടായത് ഹോളി ഫാമിലി എന്ന് പറഞ്ഞൊരു കൃതിയെ ആധാരമാക്കിയിട്ട്. അതോടൊപ്പം അതിലെന്താണ് അതിൻ്റെ പോരായ്മ എന്ന് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലൂടെ പറയുന്നുണ്ട്. ഹ്യൂഗോയെയും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ഇതിൽ ഉപരി ഈ പാവങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതി ആകസ്മികമായിട്ടുണ്ടാവുന്നതാണോ എന്നുള്ളതാണ്. അതായത് പാവങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസിലുണ്ടാവുന്ന മാറ്റങ്ങളുടെ ഒരു അഭിലാഷത്തിൻ്റെ കൂടി ആവിഷ്കാരമാണ്. കാരണം
നിങ്ങൾക്കറിയാം, അതുവരെ മതമായിരുന്നു അവിടെ ആധിപത്യം പുലർത്തുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ മതമാണ് എല്ലാം നിശ്ചയിച്ചിരുന്നത്, ഏത് കാര്യവും നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഇത് ഒരു മുതലാളിത്ത സംവിധാനം ഫ്രാൻസിൽ ഉദയം ചെയ്യുകയാണ് ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന വ്യാവസായികമായിട്ടുള്ള ചെറുകിട വികസനത്തിന് മതം ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വലിയ രോഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിൽ ജനാധിപത്യം വേണം എന്നുള്ള ബോധം പോലും മുതലാളിത്തത്തിൻ്റെ ഈ കാൽവെപ്പുകളുടെ ഭാഗമായിട്ടാണ് ആദ്യപടിയായിട്ട് ഉയർന്നു വന്നത്. ഈ അഭിലാഷത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഒരാളാണ് വിക്ടർ ഹ്യൂഗോ. ശരി, പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്താവുകയാണ്. കാരണം നെപ്പോളിയനാണ് ആധിപത്യം പുലർത്തുന്നത്. പിന്നീട് വാട്ടർലൂ വരെ. ഈ വാട്ടർലൂവും 1815 നെപ്പോളിയൻ്റെ വാട്ടർലൂ നടക്കുന്നത്. ചരിത്രമായിട്ട് വളരെ ചരിത്രത്തിൻ്റെ ഒരു അഭിലാഷം കൂടിയാണ് വാസ്തവത്തിൽ വിക്ടർ ഹ്യൂഗോ തൻ്റെ പാവങ്ങൾ എന്ന് പറയുന്ന കൃതിയിലൂടെ നിർവഹിക്കുന്നത്. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞു നിർത്താം, കാരണം മാഷ് പറയണം. ഒരു പ്രണയ സന്ദർഭമുണ്ട് അതിൽ. അത് മരിയൂസ് എന്ന് പറയുന്ന യുവാവ്, പ്രണയമുണ്ട് കൊസത്ത് എന്ന് പറയുന്ന, വാസ്തവത്തിൽ മലയാള സാഹിത്യത്തിൽ നിന്നല്ല ലോക സാഹിത്യത്തിലെല്ലാം തന്നെ കുട്ടികൾ ബാല്യത്തിൽ അനുഭവിക്കുന്ന ജീവിത ദുരന്തങ്ങൾ കൊസത്ത് എന്ന് പറയുന്ന കുട്ടിയിലൂടെ ആവിഷ്കരിക്കുന്നു. ഫൻതീൻ, പ്രണയത്തിൽ ചതിക്കപ്പെട്ട ഒരു യുവതി ഗർഭിണിയാവുകയും അവർക്കുണ്ടാവുന്ന കുട്ടിയാണ് ഫൻതീൻ, ഉണ്ടാവുന്ന കുട്ടിയാണ് കൊസത്ത്. ഫൻതീൻ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്താണെന്നുള്ളത് വാസ്തവത്തിൽ ഒരു കൃതിയിലൂടെ ലോകത്തെങ്ങും സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വിക്ടർ ഹ്യൂഗോ പറയുന്നു. കൊസത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ബാല്യത്തിലും യുവതിയായി വളരുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആ കഥാപാത്രത്തിൻ്റെ ഇത് തന്നെ മലയാള സാഹിത്യത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, പല രൂപങ്ങളിലാണെന്ന് മാത്രം. അപ്പോൾ ഒറ്റ പോയിന്റ് ഞാൻ പറയുന്നത്, മരിയൂസ് എന്ന് പറയുന്ന യുവാവ് കൊസത്തിന് ആയിട്ടുള്ള സ്നേഹമാണ്. പക്ഷേ 1872 പാരീസ് കമ്മ്യൂൺ നടക്കുന്നത്. പാരീസ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. പക്ഷേ 1862 ഈ പുസ്തകം ഇറങ്ങുന്നത്. മുൻകൂട്ടി തന്നെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ കാണുകയാണ് വിക്ടർ ഹ്യൂഗോ. മരിയൂസ് അതിനുവേണ്ടി സമരം ചെയ്യുന്നൊരു യുവാവാണ്. മാറ്റങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നൊരു യുവാവാണ്. ആ യുവാവ് പ്രണയത്തെയും എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ കാണിക്കുന്നു. മാഷ് വിപ്ലവകാരിയായ മരിയൂസിൻ്റെ പ്രണയത്തെ പറ്റിയാണല്ലോ പറഞ്ഞ് നിർത്തിയത്. പാവങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴെല്ലാം കാലങ്ങളായ മനസ്സിൽ സൂക്ഷിക്കുന്ന സ്നേഹത്തെപ്പറ്റിയോ പ്രണയത്തെപ്പറ്റിയോ ഉള്ളൊരു വാക്യമുണ്ട്. സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ സൂര്യൻ പോലും കെട്ടുപോകും. പാവങ്ങളിലെ വലിയ പ്രകാശം വിതറുന്ന ഒരു വാക്യമാണ്. സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ സൂര്യൻ പോലും. അങ്ങനെ ആയിരിക്കാം അങ്ങ് ഒരു പക്ഷേ കൊസത്തിനെ വളർത്തുമകളായി സ്വീകരിക്കുന്നത്. ഈ കൊസത്തുമായി റാങ്ങിനുണ്ടായിരുന്ന ഈ ബന്ധത്തിൽ നിന്നാവാം മലയാളിയുടെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ പപ്പുവിൻ്റെ വളർത്തുമകളുമായിട്ടുള്ള ബന്ധം, അല്ലേ? പാവങ്ങളുടെ മലയാള സ്വാധീനം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഉദാഹരണം ഓടയിൽ നിന്നാണ്. അതുപോലെ പാവങ്ങളെക്കുറിച്ചുള്ള ശതാബ്ദി ചർച്ചകളിലെല്ലാം പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് 1929 നാലപ്പാടൻ്റെ പാവങ്ങളുടെ വരവിന് തൊട്ടു പിന്നാലെ തകഴി തൻ്റെ ആദ്യ കഥ എഴുതുന്നു, സാധുക്കൾ എന്ന പേരിൽ. പാവങ്ങളുടെ മറ്റൊരു പര്യായമാണല്ലോ സാധുക്കൾ. ഇത്തരത്തിൽ മലയാള നോവലിലെ റിയലിസ്റ്റ് കാലഘട്ടത്തെ സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത പരിഭാഷയായിരുന്നു ആലപ്പാടിൻ്റേത്. ഒന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ലേമിറാബലെ എന്നതിന് എന്തെല്ലാം മലയാള പരിഭാഷകൾ സാധ്യമായിരുന്നു. പീഡിതരെന്നോ നിന്ദിതരെന്നോ ദുഃഖിതരെന്നോ പറയാവുന്നിടത്താണ് അതിനെ സാധ്യമായ ഏറ്റവും തെളിഞ്ഞ മലയാള പദം, ഏറ്റവും നമ്മളോട് നേരിട്ട് സംവദിക്കുന്ന മലയാള പദം പാവങ്ങൾ എന്ന വാക്ക് വലിയ തിളക്കത്തോടു കൂടി ഈ നോവൽ ശീർഷകമായി മാറുന്നു, അല്ലേ? മറ്റു പല പരിഭാഷകളും സാധ്യമാണെന്നിരിക്കെ പാവങ്ങൾ എന്ന ഋജുവായ വാക്ക് നാലപ്പാടൻ സ്വീകരിക്കുന്നു. മറ്റൊന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ച കുറ്റിപ്പുഴയുടെ ഈ പരിഭാഷാ നിരൂപണത്തിൽ കുറ്റിപ്പുഴ ഈ കഥാസംഗ്രഹം നൽകിയിട്ടാണ് വിവർത്തനത്തിൻ്റെ ഗുണദോഷങ്ങളിലേക്കും ഭാഷാപരമായ മികവുകളിലേക്കും പോരായ്മകളിലേക്കും കടക്കുക. അപ്പോൾ ഈ കഥാസംഗ്രഹത്തിൻ്റെ അവസാന വാക്യം ഇതാണ്: അങ്ങനെ ജീവിതത്തിൽ പലതും കണ്ടും അനുഭവിച്ചും
ഈ മഹാഭാരതത്തിലെ ഭീഷ്മയോഗി നിത്യശാന്തിയിലേക്ക് പ്രവേശിച്ചു എന്ന ഒരു വാക്യത്തോടു കൂടിയിട്ടാണ് കുറ്റിപ്പുഴയുടെ കഥാസംഗ്രഹം അവസാനിക്കുക. അപ്പോൾ കുറ്റിപ്പുഴ റാങ്ങൽ റാങ്ങിനെ വിശേഷിപ്പിക്കുന്നത് ഭീഷ്മർ എന്നാണ്. വെറും ഭീഷ്മർ എന്നല്ല, ഭീഷ്മയോഗി. ഈ മഹാഭാരതത്തിലെ ഭീഷ്മയോഗി എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും പരമശാന്തിയിൽ വിലയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ പാവങ്ങൾ എന്ന നോവലിൻ്റെ ഇതിഹാസ ഘടന കൂടി മലയാളി അതിന് നേർക്ക് വശീകരിക്കപ്പെടുന്നതിനുള്ളൊരു കാരണമായിരിക്കാം. ഇതിഹാസത്തിനുള്ള ഈ പരപ്പ് ശാഖോപശാഖകളായി പരക്കുന്ന, ഉപകഥകളായി പരക്കുന്ന മുഖ്യ കഥയെ ഒരു തായ്തടിയാക്കി നിർത്തിക്കൊണ്ട് ഒരു കാടുപോലെ പടർന്ന് വികസിക്കുന്ന ഈ ഇതിഹാസ ഘടന കൂടിയായിരിക്കാം മലയാളിയെ പാവങ്ങളുടെ ആരാധകരാക്കി മാറ്റിയത്. മറ്റൊന്ന്, നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരാളാണ് വള്ളത്തോൾ. തൻ്റെ മുഴുവൻ കൃതികളും പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രസാധനത്തിനാവശ്യമായ തുക മംഗളോദയത്തിന് നൽകുന്നത് വള്ളത്തോൾ. ഇതിനുശേഷം, പാവങ്ങളുടെ വരവിന് ശേഷം 2 വർഷം കഴിഞ്ഞ് എൻ്റെ ഭാഷ എന്ന കവിതയിൽ വള്ളത്തോൾ പറയുന്നുണ്ട്, അന്യഭാഷാബ്ദികളിൽ മുങ്ങി മുത്തുവാരുന്നവർ ആ മുത്തുകൾ തൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നില്ലെങ്കിൽ അവരുടെ യത്നം വെറുതെയാണ്. അതായത് ലോകസാഹിത്യം വായിക്കുന്ന മലയാളികൾ പരിഭാഷയിലൂടെ അവയെ മലയാളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന, അക്കാലത്ത് മലയാളത്തെപ്പറ്റി വള്ളത്തോൾ പറയുക കുചേല കുടുംബിനി എന്നാണ്. മക്കൾക്ക് വേണ്ടത്ര ഭക്ഷണം കൊടുക്കാൻ വകയില്ലാത്ത കുചേല കുടുംബിനി എന്നാണ്. ആ കുചേല കുടുംബിനിയെ സമ്പന്നയാക്കി തീർത്ത ഒരു വിവർത്തനമാണ്. അതിൽ നാലപ്പാടന എന്നതുപോലെ വള്ളത്തോളിൻ്റെ ഈ ധാർമ്മിക പിന്തുണയ്ക്കും വലിയ പങ്കുണ്ട്. കാരണം രണ്ടുപേരും ഒരുമിച്ച് നടന്നിട്ടാണ്, കാൽനടയായി നടന്നിട്ടാണ്, തലച്ചുമടായി ഈ പുസ്തകം എടുത്തിട്ടാണ് വിറ്റഴിച്ചത്. വലിയ വിലയുള്ള പുസ്തകമായിരുന്നു അക്കാലത്തും. EMS തന്നെ ആദ്യമായിട്ട് ഇതിൻ്റെ 3 രൂപ, ഈ 3 രൂപയ്ക്ക് ഈ പുസ്തകം വാങ്ങേണ്ടി വന്നതിനെപ്പറ്റി EMS തന്നെ പറയുന്ന അതിൻ്റെ വിലയും വലിപ്പവും എന്നെ നിരാശപ്പെടുത്തിയെന്നാണ്, എന്നെ മടുപ്പിച്ചു എന്നാണ് ആദ്യ സന്ദർഭത്തിൽ. പിന്നീട് അതിൻ്റെ ആരാധകനായി മാറിയെങ്കിലും ആ പുസ്തകത്തിൻ്റെ വലിപ്പവും വിലയുടെ വലിപ്പവും എന്നിൽ തെല്ല് നീരസം ഉണ്ടാക്കിയെന്നാണ് പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സാർത്ഥകമായ ചർച്ചയ്ക്ക് വിരാമമിടാമെന്ന് വിചാരിക്കുന്നു. നന്ദി.